ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അഭിമന്യൂസ് വേൾഡ്. അഭിമന്യൂസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. LP UP റിവിഷൻ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നെഹ്റു റിപ്പോർട്ട് 1928 ഇതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. നെഹ്റു റിപ്പോർട്ടിൻ്റെ അധ്യക്ഷൻ മോത്തിലാൽ നെഹ്റു ആയിരുന്നു. നെഹ്റു റിപ്പോർട്ട് ബ്രിട്ടീഷ് സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ഇന്ത്യക്ക് ഡൊമിനിയൽ പദവിയായിരുന്നു. ഇത് സമർപ്പിച്ചത് 1928 ഓഗസ്റ്റ് 10 പക്ഷേ നെഹ്റു റിപ്പോർട്ട് പാസ്സാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിൻ്റെ കാരണം വർഗീയവാദികളുടെ എതിർപ്പായിരുന്നു. ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി നൽകണമെന്ന് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ കൽക്കട്ട സമ്മേളനം 1928 ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി നൽകണമെന്ന് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ട കോൺഗ്രസ് സമ്മേളനം കൽക്കട്ട സമ്മേളനം 1928 അതിനുശേഷം നെഹ്റു റിപ്പോർട്ടിനെ എതിർത്തുകൊണ്ട് 1929 14 തത്വങ്ങൾ അതിന് രൂപം നൽകിയതാരാണെന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് അലി ജിന്നയായിരുന്നു. നെഹ്റു റിപ്പോർട്ടിനെ എതിർത്തുകൊണ്ട് 1929 14 തത്വങ്ങൾ രൂപം നൽകിയത് മുഹമ്മദ് അലി ജിന്നയായിരുന്നു. ഓക്കെ, അങ്ങനെ നെഹ്റു റിപ്പോർട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് പൂർണ്ണ സ്വരാജാണ്. 1929 കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമായിരുന്നു 1929 ലാഹോർ സമ്മേളനം. ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിലെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ലാഹോർ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ തുടർന്ന് ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് 1929 ഡിസംബർ 31 പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചത് 1930 ജനുവരി 26 ആയിരുന്നു. ലാഹോർ കോൺഗ്രസും പൂർണ്ണ സ്വരാജും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് തന്നെയാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനമാണ്. നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമായിരുന്നു സിവിൽ നിയമലംഘന പ്രസ്ഥാനം. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനം തന്നെയായിരുന്നു. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു ഉപ്പ് സത്യാഗ്രഹം. ഉപ്പ് സത്യാഗ്രഹം നടന്നത് 1930 എങ്കിലും ആ യാത്ര ആരംഭിച്ചത് 1930 മാർച്ച് 12 1930 മാർച്ച് 12 ഗാന്ധിജി ഏത് ആശ്രമത്തിൽ നിന്നാണ് ഉപ്പ് നിയമം ലംഘിക്കാൻ ദണ്ഡിയിലേക്ക് തിരിച്ചത്? സബർമതി ആശ്രമത്തിൽ നിന്നായിരുന്നു. 78 ആളുകളാണ് ഗാന്ധിജിയെ പിന്തുടർന്നത്. 1930 ഏപ്രിൽ 5 ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നു. 1930 ഏപ്രിൽ 6 ഉപ്പ് നിയമം ലംഘിച്ചത്. ദണ്ഡി മാർച്ചിൽ ഗാന്ധിജിയും അനുയായികളും ആലപിച്ച ഗാനമായിരുന്നു രഘുപതി രാഘവ രാജാറാം എന്നത്. ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്ത മലയാളികൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണത്. സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ എന്നിവരായിരുന്നു ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്ത മലയാളികൾ. ആരൊക്കെയാണ്? സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ എന്നിവരായിരുന്നു ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്ത മലയാളികൾ. ഗാന്ധിജിയുടെ അറസ്റ്റിനു ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അബ്ബാസ് തിയാബ്ജി ആയിരുന്നു. ഗാന്ധിജിയുടെ അറസ്റ്റിനു ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അബ്ബാസ് തിയാബ്ജി ആയിരുന്നു. ഉപ്പു സത്യാഗ്രഹത്തിൽ സ്ത്രീകളെയും ഉൾപ്പെടുത്തണമെന്ന് ഗാന്ധിജിയോട് ആവശ്യപ്പെട്ടത് ആരായിരുന്നു? കമലാദേവി ചാതോപാധ്യായ. ഉപ്പു സത്യാഗ്രഹത്തിൽ സ്ത്രീകളെയും ഉൾപ്പെടുത്തണമെന്ന് ഗാന്ധിജിയോട് ആവശ്യപ്പെട്ടത് കമലാദേവി ചാതോപാധ്യായ ആണ്. ഈ 2 പോയിന്റ് നമുക്കൊന്നുകൂടെ നോക്കാം. ഗാന്ധിജിയുടെ അറസ്റ്റിനു ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതായിരുന്നു അബ്ബാസ് തിയാബ്ജി. സ്ത്രീകളെയും പങ്കെടുപ്പിക്കണമെന്ന് പറഞ്ഞത് കമലാദേവി ചാതോപാധ്യായ ആയിരുന്നു. ഓക്കെ, ഗുജറാത്തിലെ ധരാസനയിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് സരോജിനി നായിഡു ആയിരുന്നു. ഗുജറാത്തിലെ ധരാസനയിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് സരോജിനി നായിഡു ആയിരുന്നു. ഇന്ത്യയിലെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് റാണി ഗെയ്ഡിൻല്യൂ ആയിരുന്നു. റാണി ഗെയ്ഡിൻല്യൂ ഇന്ത്യയിലെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു.
റാണി ഗെയ്ഡിൻ ല്യൂ അറിയപ്പെടുന്നത് നാഗന്മാരുടെ റാണി എന്നാണ്. വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ നിയമലംഘന പ്രസ്ഥാനം ശക്തി പ്രാപിച്ചത് ആരുടെ നേതൃത്വത്തിലാണെന്ന് ചോദിച്ചാൽ അത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ്റെ നേതൃത്വത്തിലായിരുന്നു. വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ നിയമലംഘന പ്രസ്ഥാനം ശക്തി പ്രാപിച്ചത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ്റെ നേതൃത്വത്തിലായിരുന്നു. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സംഘടനയായിരുന്നു ചുവന്ന കുപ്പായക്കാർ. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സംഘടനയായിരുന്നു ചുവന്ന കുപ്പായക്കാർ. ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തമിഴ്നാട്ടിൽ തൃശ്ശിനാപ്പള്ളിയിൽ നിന്ന് വേദാരണ്യം കടപ്പുറത്തേക്ക് മാർച്ച് നടത്തിയത് സി രാജഗോപാലാചാരി ആയിരുന്നു. സി രാജഗോപാലാചാരി. അടുത്തതായി നമുക്ക് ഗാന്ധിജിയുടെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ചില വിശേഷണങ്ങൾ പെട്ടെന്ന് നോക്കാം. എൽബയിൽ നിന്നും നെപ്പോളിയൻ്റെ പാരീസിലേക്കുള്ള മടക്കം എന്ന ദണ്ഡിയാത്രയെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. എൽബയിൽ നിന്നും നെപ്പോളിയൻ്റെ പാരീസിലേക്കുള്ള മടക്കം എന്ന ദണ്ഡിയാത്രയെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണെങ്കിൽ ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ശ്രീരാമൻ്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചത് മോത്തിലാൽ നെഹ്റു ആയിരുന്നു. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ശ്രീരാമൻ്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചത് മോത്തിലാൽ നെഹ്റു ആയിരുന്നു. ദണ്ഡി മാർച്ചിനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ഇർവിൻ പ്രഭു ആയിരുന്നു. ദണ്ഡി മാർച്ചിനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ഇർവിൻ പ്രഭു ആയിരുന്നു. കിൻഡർ ഗാർട്ടൻ സ്റ്റേജ് എന്ന് ഉപ്പു സത്യാഗ്രഹത്തെ വിശേഷിപ്പിച്ചത് HN ബ്രെയിൽസ്ഫോർഡ് ആയിരുന്നു. കിൻഡർ ഗാർട്ടൻ സ്റ്റേജ് എന്ന് ഉപ്പു സത്യാഗ്രഹത്തെ വിശേഷിപ്പിച്ചത് HN ബ്രെയിൽസ്ഫോർഡ് ആയിരുന്നു. ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ വിശേഷണങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഉപ്പു സത്യാഗ്രഹത്തെ മറ്റുള്ളവർ വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് ഇത് നന്നായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. ഒരു മാർക്ക് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് നേടാൻ സാധിക്കുന്നതായിരിക്കും. അങ്ങനെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നെഹ്റു റിപ്പോർട്ട്, പൂർണ്ണ സ്വരാജ്, സിവിൽ നിയമലംഘന പ്രസ്ഥാനം, കൂടാതെ ഗാന്ധിജിയുടെ ദണ്ഡി യാത്ര. ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചത്. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്.